ഹായ് ഹലോ. ഓണമാണെങ്കിലും വിഷു ആണെങ്കിലും സദ്യയുള്ള എല്ലാ പരിപാടിക്കും ശർക്കര ഉപ്പേരിയുടെ പങ്ക് മുൻപന്തിയിൽ തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ 1.25 കിലോ കായ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ തോലെല്ലാം കളഞ്ഞതിന് ശേഷം വെള്ളത്തിലിട്ട് ഇതൊന്ന് തുടച്ചുകൂടി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതുപോലുള്ള കഷ്ണങ്ങളാക്കി എടുക്കാം. എല്ലാ കഷ്ണങ്ങളും ഒരുപോലെ ഇരിക്കാൻ ശ്രദ്ധിക്കണേ. എല്ലാന്ന് വെച്ചാൽ എണ്ണയിലിടുന്ന സമയത്ത് ചില കഷ്ണങ്ങൾ നല്ലപോലെ മുറുകി കിട്ടും, ചിലത് മുറുകി കിട്ടാൻ പാടായിരിക്കും. ഇനി ഇതിന് വേണ്ടി 1 സ്പൂൺ ജീരകം, 1 കഷ്ണം ചുക്ക്, കുറച്ച് ഏലക്ക, 2 സ്പൂൺ പഞ്ചസാര കൂടി നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണേ. ഈ സമയം കൊണ്ട് നമ്മൾ കായെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിലേക്കിട്ട് നമുക്ക് ഇത് പൊരിച്ചു കോരാം. ഇടുന്ന സമയത്ത് തീ കൂട്ടി വെക്കണേ. ഇട്ട് കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ തീ കുറച്ച് വെച്ചതിന് ശേഷമാണ് നമ്മളത് പൊരിച്ചെടുക്കേണ്ടതായിട്ട്. അല്ലാന്ന് വെച്ചാൽ വെളിഭാഗം നല്ലപോലെ കരിഞ്ഞു പോകും, അകം വേവുമില്ല. അങ്ങനെ ചെയ്തെടുക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ഈ ഉപ്പേരിക്ക് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല, എല്ലാം തണുത്ത പോലെ ഇരിക്കെ. ഇതിനുള്ള ശർക്കരപ്പാനി റെഡിയാക്കാനായിട്ട് ഞാൻ 1/4 കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. 1.25 കിലോ കായ്ക്കാണ് 1/4 കിലോ ശർക്കര എടുത്തിരിക്കുന്നത്. അതിലല്പം വെള്ളം ഒഴിച്ച് നമ്മൾ പാനി റെഡിയാക്കി എടുക്കാം. ഇത് നല്ലപോലെ പാകമായി വരുന്നുണ്ട്. നമ്മളിങ്ങനെ ചട്ടകം കൊണ്ട് കൊത്തി നോക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കുക. ആ സമയത്താണ് ഇത് കോരിയെടുക്കേണ്ടതായിട്ട്. ഇനി ശർക്കരപ്പാനി നമുക്ക് അരിച്ചു കൂടി എടുക്കണേ. ഇതിലുള്ള കല്ലും മണ്ണും എല്ലാം മാറ്റിയെടുത്തതിന് ശേഷം അതൊന്ന് തിളച്ച് വരുമ്പോഴാണ് അതിലേക്ക് നമ്മൾ ഈ കായ ഇട്ട് കൊടുക്കേണ്ടതായിട്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഈ ശർക്കരപ്പാനി ഈ കായിൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണേ. ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ചുക്ക്, ഏലക്ക, ജീരകം കൂടിയുള്ള പൊടി കൂടി നമ്മളൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർക്കുന്നത് ഇത് ഒന്നോടൊന്ന് ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ്. ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം മാത്രമേ പഞ്ചസാര ചേർക്കാൻ പറ്റുള്ളൂ. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. കായ വറുത്ത് നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രമേ ശർക്കരപ്പാനിയിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. വലിയ വില കൊടുത്ത് കടകളിൽ നിന്ന് ശർക്കര ഉപ്പേരി വാങ്ങാതെ ഇനി നമ്മൾക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ശർക്കര വരട്ടി നമ്മൾക്ക് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാം. ഈ വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കല്ലേ.